കർണാടകയിൽ പുതിയ മന്ത്രിസഭയ്ക്ക് മുന്നോടിയായി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തി ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. നേതാക്കൾ ഡൽഹിയിലെത്തിയതിനാൽ നാളെയാകും നിയമസഭാ കക്ഷിയോഗം നടക്കുക. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞെങ്കിലും DK ശിവകുമാർ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്നതിൽ നിലപാടുണ്ട് സിദ്ധരാമയ്യക്ക്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഹൃദ്യമെന്നായിരുന്നു പ്രതികരണമെങ്കിലും ചർച്ചയിൽ സിദ്ധരാമയ്യ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിലവിലെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയെ PCC അധ്യക്ഷനായി നിയമിക്കുക, 2 അതിൽ കൂടുതലോ ഉപമുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ചതായാണ് സൂചന. യതീന്ദ്ര, മന്ത്രിമാരായ JJ ജോർജ്, ഭൈരതി, സുരേഷ് തുടങ്ങിയവരും സിദ്ധരാമയ്യക്കൊപ്പം ഡൽഹിയിലെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സിദ്ധരാമയ്യ ചർച്ച നടത്തി. അതേസമയം DK ശിവകുമാർ ക്യാമ്പും പൂർണ്ണമായും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. DK അനുകൂലികളും പ്രത്യേക യോഗം ചേർന്നു. ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും നേതാക്കൾ ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.